അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം യഥാർത്ഥ സുഹൃത്ത്. ദാമനും പിത്തിയാസും കൂട്ടുകാരായിരുന്നു. പുരാതന ഗ്രീസിലാണ് അവർ ജീവിച്ചിരുന്നത്. അവരുടെ ചങ്ങാത്തത്തിൻ്റെ ദൃഢത കണ്ട് അന്നാട്ടുകാർ അത്ഭുതപ്പെട്ടു. അക്കാലത്ത് ഗ്രീസ് ഭരിച്ചിരുന്ന ദയോനിസിസ് ക്രൂരനും അഹങ്കാരിയുമായിരുന്നു. രാജാവ് ചെറിയ കുറ്റങ്ങൾക്ക് പോലും കഠിന ശിക്ഷകളായിരുന്നു വിധിച്ചിരുന്നത്. ദയോനിസിസിൻ്റെ ദുർഭരണം മൂലം ഗ്രീക്കുകാർ പൊറുതിമുട്ടി. രാജാവിൻ്റെ തെറ്റുകളെപ്പറ്റി ഉറക്കെ സംസാരിച്ചാൽ വധശിക്ഷയാണ് കിട്ടുക. ഭയന്ന് ആളുകൾ എല്ലാം സഹിച്ചു കഴിഞ്ഞുകൂടി. ഒരിക്കൽ പിത്തിയാസ് രാജഭരണത്തിൻ്റെ കുറ്റങ്ങളെപ്പറ്റി ജനങ്ങളോട് സംസാരിക്കുന്നത് ഒരു ഭടൻ കേൾക്കാൻ ഇടയായി. അയാൾ ഉടനെ രാജാവിനെ അക്കാര്യം അറിയിച്ചു. പിത്തിയാസിനെ പിടിച്ചു കൊണ്ടുവരാൻ ദയോനിസിസ് കൽപ്പിച്ചു. തന്നെ പരിഹസിച്ച പിത്തിയാസിന് വധശിക്ഷയാണ് വിധിച്ചത്. ഈ സംഭവം നടക്കുമ്പോൾ ദാമൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. വീട്ടിൽ മടങ്ങിയെത്തിയപ്പോഴാണ് തൻ്റെ കൂട്ടുകാരന് സംഭവിച്ച ആപത്തിനെപ്പറ്റി അറിയുന്നത്. ഉടനെ രാജകൊട്ടാരത്തിലേക്ക് ഓടി. ജയിലിൽ കിടക്കുന്ന പിത്തിയാസിനെ കണ്ട് ദാമന് സങ്കടം വന്നു. ചങ്ങാതി, നിനക്കു വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നീ സമ്മതിച്ചാൽ നിനക്ക് പകരം മരണശിക്ഷ സ്വീകരിക്കാൻ ഞാൻ ഒരുക്കമാണ്, അവൻ പറഞ്ഞു. സുഹൃത്തിൻ്റെ സ്നേഹം കണ്ട് പിത്തിയാസിൻ്റെ കണ്ണ് നിറഞ്ഞു. അത് വേണ്ട കൂട്ടുകാരാ, ശിക്ഷ ഏറ്റുവാങ്ങുവാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാൽ മരിക്കുന്നതിന് മുൻപ് അമ്മയും അനിയത്തിയും സുഖമായി ജീവിക്കുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിന് സാധിക്കില്ലല്ലോ എന്നത് മാത്രമാണ് എൻ്റെ ദുഃഖം. പിത്തിയാസ് വിതുമ്പി കരഞ്ഞു. കൂട്ടുകാരനെ സഹായിക്കാൻ എന്താണൊരു വഴി എന്ന് ദാമൻ ആലോചിച്ചു. ദാമൻ ദിയോനിസിസിൻ്റെ അടുത്തേക്ക് ചെന്നു. പിത്തിയാസിനെ കുറച്ച് ദിവസം വീട്ടിൽ പോകുവാൻ അനുവദിക്കണമെന്നും പിത്തിയാസ് തിരിച്ചു വരുന്നത് വരെ താൻ ജയിലിൽ കിടന്നുകൊള്ളാമെന്നും അറിയിച്ചു. ദാമൻ്റെ വാക്കുകൾ കേട്ട് ദയോനിസിസ് അമ്പരന്നു. രാജാവ് ചങ്ങാത്തത്തിൽ തീരെ വിശ്വാസമില്ലാത്ത വ്യക്തിയായിരുന്നു. സ്വന്തം നേട്ടത്തിന് വേണ്ടിയല്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഒരാളും ലോകത്തില്ല എന്നായിരുന്നു ദയോനിസിസിൻ്റെ അഭിപ്രായം. അദ്ദേഹം ദാമനെ പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല. അവസാനം ദയോനിസിസ് ദാമൻ്റെ അപേക്ഷ കൈക്കൊണ്ടു. പിത്തിയാസ് തടവിൽ നിന്നു മോചിതനായി. ദാമൻ കൂട്ടുകാരന് പകരം ജയിൽവാസം ആരംഭിക്കുകയും ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞു ശിക്ഷ നടപ്പാക്കേണ്ട ദിവസമായി. പിത്തിയാസ് ഇതുവരെ മടങ്ങി വന്നിട്ടില്ല. രാജാവിന് ദേഷ്യം വന്നു. ആരെയും വിശ്വസിക്കരുതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നീ അനുസരിച്ചില്ല. നിന്റെ ചങ്ങാതി ഇപ്പോൾ എവിടെ? വിഡ്ഢിയായ മനുഷ്യ, നീ മരിക്കാൻ തയ്യാറായിക്കൊള്ളുക, ദയോനിസിസ് പറഞ്ഞു. രാജാവിൻ്റെ പരിഹാസം കേട്ട് ദാമൻ പുഞ്ചിരിച്ചതേയുള്ളൂ. രാജാവേ, എൻ്റെ തോഴന് വേണ്ടി മരിക്കുന്നത് പുണ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അങ്ങ് ദയവായി ശിക്ഷ നടപ്പാക്കാൻ ആജ്ഞാപിച്ചാലും, അവൻ ശാന്തനായി പറഞ്ഞു. ഈ മനുഷ്യനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് രാജാവിന് തോന്നി. അദ്ദേഹം വധശിക്ഷ നടപ്പാക്കാനുള്ള ഒരുക്കങ്ങൾ നടത്താൻ ആജ്ഞാപിച്ചു. ദാമനെ പട്ടാളക്കാർ ശിക്ഷ നടത്തുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ആ കാഴ്ച കാണാൻ ആളുകൾ തടിച്ചുകൂടി. പെട്ടെന്ന് ആൾക്കൂട്ടത്തെ തള്ളിമാറ്റിക്കൊണ്ട് ഒരാൾ അവിടേക്ക് പാഞ്ഞു വന്നു. അത് പിത്തിയാസായിരുന്നു. എൻ്റെ കൂട്ടുകാരനെ ശിക്ഷിക്കരുത്, അവൻ വിളിച്ചു പറഞ്ഞു. നിന്നെ വേദനിപ്പിച്ചതിൽ എന്നോട് ക്ഷമിക്കൂ സ്നേഹിത, പിത്തിയാസ് കിതപ്പിനിടെ വിക്കി പറഞ്ഞു. എന്നിട്ട് തനിക്ക് വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറായ ദാമനെ ആലിംഗനം ചെയ്തു. ആ രംഗം കണ്ട് ദയോനിസിസിൻ്റെ ശിരസ് കുനിഞ്ഞു. ജീവിതത്തിൽ ആദ്യമായി അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഈറനായി. എനിക്ക് വളരെ ഏറെ സമ്പത്തും എന്തും ചെയ്യുന്നതിനുള്ള അധികാരവുമുണ്ട്. എന്നാൽ ഒരു നല്ല ചങ്ങാതിയെ കണ്ടുപിടിക്കാൻ ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. ഈ നാട്ടിൽ നിങ്ങളെപ്പോലെയുള്ള കൂട്ടുകാരന് വേണ്ടി മരിക്കാൻ തയ്യാറുള്ള മനുഷ്യരുള്ളപ്പോൾ ഞാൻ ഇത്രയും ക്രൂരനാകാൻ പാടില്ലായിരുന്നു. നിങ്ങളെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. ദയോനിസിസ് പിത്തിയാസിനെയും ദാമനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു.
രാജാവിന് വന്ന പരിവർത്തനം കണ്ട് സന്തുഷ്ടരായ പ്രജകൾ പിത്തിയാസിനെയും ദാമിനെയും വാനോളം പുകഴ്ത്തി. നാടോടി കഥകളെ അടുത്തറിയാം. കുട്ടികളുടെ ഭാവനയെ ദീപ്തമാക്കി സഹായിക്കുന്ന സാഹിത്യ രൂപമാണ് നാടോടി കഥകൾ. കാലദേശ വ്യത്യാസങ്ങൾ ഈ കഥകളുടെ തനിമ നഷ്ടപ്പെടുത്തുന്നില്ല. ആരുണ്ടാക്കിയെന്നോ ആര് പ്രചരിപ്പിച്ചുവെന്നോ കൃത്യമായി ഇവയെപ്പറ്റി പറയാവുന്നതല്ല. തലമുറകൾ തരം പോലെ കൈമാറി വന്ന സങ്കല്പ സൃഷ്ടികൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പ്രാചീന ദേശ സംസ്കാരത്തിൻ്റെ കണ്ണാടിയാണ് അവിടുത്തെ നാടോടി കഥകൾ. ഭാരതത്തിലായാലും യൂറോപ്പിലായാലും ഗ്രീസിലായാലും ഈ നിയമത്തിന് മാറ്റമില്ല. ബുദ്ധിയും വിവേകവും പോലെ സത്യവും ധർമ്മവും ഇതിൽ വാഴ്ത്തപ്പെടുന്നു. സദാചാരവും സത്യസന്ധതയും വീര്യവുമാണ് നാടോടി കഥകളുടെ അടിസ്ഥാന പ്രമാണങ്ങൾ. നമ്മുടെ വിജയവും തിന്മയും പരാജയവും സ്വാഭാവികം മാത്രം. കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ നാടോടി കഥകൾ വഹിക്കുന്ന പങ്ക് നിസ്സാരമല്ല. അപ്പോൾ ഇതാണ് യഥാർത്ഥ സുഹൃത്ത് എന്ന ചാപ്റ്റർ. അടുത്തത് എന്ത് മനസ്സിലായി ഈ ചാപ്റ്ററിൽ? ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അപ്പോൾ അതിനുള്ള ആൻസർ പറയണം. ഓക്കെ. നാട്ടുകാർ അത്ഭുതപ്പെടാൻ കാരണമെന്ത്? എന്തായിരിക്കും കാരണം? അപ്പോൾ എന്താണ് ആൻസർ? ദാമൻ്റെയും നാട്ടുകാർ അത്ഭുതപ്പെടാൻ കാരണമെന്ത്? അതിൻ്റെ ആൻസർ ദാമൻ്റെയും പിത്തിയാസിൻ്റെയും ചങ്ങാത്തത്തിൻ്റെ ദൃഢത കണ്ടാണ് നാട്ടുകാർ അത്ഭുതപ്പെട്ടത്. അതാണ് അതിൻ്റെ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പിത്തിയാസിനെ തടവിലാക്കിയത് എന്തിനാണ് തടവിലാക്കിയത്? രാജാവിനെ പറ്റിയുള്ള കുറ്റം പറയുന്നത് ഭടൻ കണ്ടപ്പോഴല്ലേ? അപ്പോൾ അതിൻ്റെ ഉത്തരം, അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം. ഒരിക്കൽ പിത്തിയാസ് രാജഭരണത്തിൻ്റെ കുറ്റങ്ങളെപ്പറ്റി ജനങ്ങളോട് സംസാരിക്കുന്നത് ഒരു ഭടൻ കേൾക്കാനിടയായി. ആ കാര്യം ഉടനെ രാജാവിനെ അറിയിച്ചു. അതാണ് അതിൻ്റെ ആൻസർ. പിത്തിയാസിൻ്റെ ദുഃഖം എന്തായിരുന്നു? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എന്തായിരുന്നു പിത്തിയാസിൻ്റെ ദുഃഖം? തൂക്കിക്കൊല്ലുന്നതായിരുന്നോ ദുഃഖം? തൂക്കിലേറ്റുന്നതായിരുന്നോ? അല്ല. പിന്നെന്തായിരുന്നു പിത്തിയാസിൻ്റെ ദുഃഖം? മരിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു? പിത്തിയാസിൻ്റെ ദുഃഖം ഇതാണ്. മരിക്കുന്നതിന് മുമ്പ് അമ്മയെയും അനിയത്തിയും സുഖമായി ജീവിക്കുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അതിന് സാധിക്കുന്നില്ലല്ലോ എന്നതായിരുന്നു പിത്തിയാസിൻ്റെ ദുഃഖം.